ഇന്നത്തെ ദിവസം ആട്ടി 18 അപ്പൊ അതിന്റെ വിശേഷം അതെ ഇവിടുത്തെ ആട്ടി 18 എന്ന് പറയല്. പിന്നെ മലയാള നാട്ടില് പറയുന്നത് കർക്കടം 18 എന്ന് പറയല്. അങ്ങനെ കർക്കടം 18. അപ്പോൾ ചപ്പ് ചെറിഞ്ഞോണ്ട് പോളാണ് നാനും എൻ്റെ അനിയൻ കാറിൽ പോയോണ്ടുണ്ട്. വീടിൻ്റെ അടുത്തുള്ള തെരഞ്ഞിനൊക്കെ അവിടെ ഇല്ല. അതാ ഇവിടെ ഉണ്ട് സോപ്പ് ഇവിടെ ഉണ്ട്. ഇവിടെ പറിക്കാം. കച്ചട കാടെല്ലാം വന്നിന്. ഇത് ഈ ചപ്പാണ്. ഇത് ചെറിയ ചെറിയ ഇലയുണ്ട്. ഇത് ഇപ്പുറത്ത് വലിയ വലിയ ചപ്പുണ്ട്. ഇതാ ഇത് കുറേ ദൂരത്തുനിന്ന് ഈ ചപ്പ് തെരഞ്ഞിട്ട് വന്നതാണ്. പിന്നെ ഇന്ന് ആടി 18 കൂടുകൾ. പിന്നെ കേരളത്തിലുള്ള ആടി 18 ആക്കേണ്ടത് എന്താ അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം. ഇത് കർക്കിടകം 1 മുതൽ ഇന്ന് 18 ആകുമ്പോൾ 18 പകൻ്റെ മറന്ന് കൂടുകയില്ല. പിന്നെ ഇതിനെ നമ്മൾ പായസം വെച്ചിട്ട് കുടിക്കും. അത് ഒരു ബ്ലൂ കളർ വരും. ആ പായസമെല്ലാം ആക്കിയിട്ട് നമ്മൾ കാണിച്ചു തരാം. അത് തടിക്ക് നല്ലത്. 18 പക മറന്ന് കൂടുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇത് കുറച്ച് നമുക്ക് കൊണ്ടുപോകാം. അമ്മൻ്റെ അടുത്ത് കൊണ്ടുപോയി കാട്ടാം. ഇതാണ് ചപ്പ്. ഇതന്നെ ചപ്പ്. ഒരു മണം വരുന്നുണ്ട്. കുറേ ദൂരം പോയിട്ട് നാനും അനിയനും പോയിട്ട് ചപ്പ് തെരഞ്ഞിട്ട് പോയിട്ട് പറിച്ചിട്ട് വന്ന് ഇത് അമ്മൻ്റെ അടുത്ത് കാട്ടി. ഇതാണ് അമ്മ നോക്കിയിട്ട് പറഞ്ഞു ഇതന്നെ. ഇതിൽ 2 തരത്തിൻ്റെ ചപ്പുണ്ടായി. ഇത് മണമുണ്ട്. ഇതന്നെ ചപ്പുന്ന് അമ്മ പറഞ്ഞു. അങ്ങനെയാകുമ്പോൾ പായസത്തിന്റെ ചപ്പ് നമുക്ക് 18 ദിവസമായതല്ലേ ഇന്ന് കർക്കടം പിടിച്ചിട്ട്. പിന്നെ ഞങ്ങൾക്ക് പായസം വെക്കണോ. ആൺകുട്ടികളെല്ലാം പോയിട്ട് രാവിലെ തെരഞ്ഞിട്ട് പറിച്ചിട്ട് കൊണ്ടുവന്നു. ഇതന്നെ ചപ്പ്. നമുക്ക് ഇങ്ങനെ ഒടിച്ചൊടിച്ചിട്ട് ഇടാം. ചട്ടിലും കൊള്ളു. പിന്നെ നമുക്ക് എന്തെങ്കിലും എരിഞ്ഞ് വരുന്നുണ്ട് ഇതിൽ നോക്കാനും ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒടിച്ചിട്ട് കളത്തിൽ കൊള്ളാണ് ഇടുന്നത്. ഇതാ കണ്ടില്ലേ. അങ്ങനെ ഇതാ ഇങ്ങനെ ഒടിച്ചിട്ട് ഇടല്. കളർ വരും. കർക്കട 18 ഞങ്ങൾ കൊടുന്നിട്ടുണ്ട്. കുട്ടികളെല്ലാം പോയിട്ട് പറിച്ചിട്ട് വന്നെന്ന്. പിന്നെ ഇതിനെ നമ്മൾ ചെറുങ്ങനെ മുറിച്ചിട്ട് ചെറുങ്ങനെ കയ്യിൽ ഒടിച്ചാൽ മതിയപ്പാ. ഒടിച്ചിട്ട് ബാഗം വെക്കണം. പാങ്ങൾ കഴുകിയിട്ട് ബാഗം വെക്കണോ. ബാഗം വെച്ചിട്ട് നീല കളറിന്റെ വെള്ളം വരും. അത് വന്ന പിന്നെ റവ ഇട്ടിട്ടോ അരി ഇട്ടിട്ടോ പച്ചരി ഇട്ടിട്ടോ നമുക്ക് വെക്കാം. അതിൽ വേവിക്കാം. വേവിച്ചിട്ട് പായസം മാതിരി ആയാല് മുന്തിരിങ്ങെല്ലാം ഇട്ടിട്ട് വെള്ളം ഇട്ടിട്ടും വെക്കാം. പഞ്ചാര ഇട്ടിട്ടും വെക്കാം. ഇത് ഏത് ഇട്ടാലും ആവും. മുന്തിരിങ്ങ കുറച്ച് നെയ്യ് പശു നെയ്യ് ഇതെല്ലാം ഒഴിച്ചിട്ട് ഇതിനെ വാർക്കണം. വാർത്തിട്ട് ആ ചപ്പ് കളയണം. ആ വെള്ളത്തിൽ ഇതാക്കുന്നത് ആക്കിയിട്ട് ഇന്നത്തെ ദിവസം കുട്ടികളെല്ലാം കുടിച്ചാൽ വലിയവരും കുടിക്കപ്പാ. കുട്ടികളിന് പേര് നല്ല ഉണ്ടാവും കുടിക്കാന്. 18 വിധം മരുന്നും അതിൽ കൂടി എന്നാണ് അങ്ങ് പറയണത് ഇവിടെ. പിന്നെ കേരളത്തിലെല്ലാം അങ്ങനെ പറയുന്നതും കുടിക്കുന്നതും ഈ ചപ്പ് കിട്ടുന്നതും ഞങ്ങൾക്ക് അറിയില്ല. ഇവിടുത്തെ വിധം നാം പറഞ്ഞതാണ്. ഈ ചപ്പാണ് അത്. ഇത് ഇതാ ഇവിടെ ഉണ്ട്. ഇതില് മരുന്ന് കണ്ടിട്ട് 18 വിധത്തിന്റെ മരുന്ന് ഇതില് ചേരും. മുട്ടുല് ചേരും എന്ന് പറയണേ. ഇതിന്റെ മുട്ട ഇത്. ഇതെല്ലാം അറിഞ്ഞോളി. ഇപ്പോഴും ഉണ്ടാവുക കുട്ടികൾക്ക് അറിയണല്ലേ. ശരിയാക്കിട്ടായി
ക്ലീനാക്കിയിട്ടായി നമുക്ക് തന്നെ കൈകിട്ട് പാത്രത്തിലിട്ടിട്ട് ബാഗാൻ വെക്കാം. എന്താ പറഞ്ഞാല് പൂസ് പിസോ അതെല്ലാം ഉണ്ടാവല്ല അറിഞ്ഞിട്ടുണ്ടാവല്ല അതിന്റെ മേലെ അതിന് ക്ലീൻ ആയിട്ട് കഴുകല്ലമ്മ. കൈകിട്ട് അടുപ്പിൽ ബാഗാൻ വെക്കാം. പൂസു അത് നമുക്കിപ്പോ ഇത്ര വെള്ളം ഒഴിക്കാം. ഇത്ര വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം. എന്ത് കിട്ടണല്ലേ പകുതി വെള്ളം. അപ്പൊ നമ്മുടെ എമർജൻസി അടുപ്പ് അല്ലമ്മ, അതെപ്പാ ഗ്യാസ് എല്ലാം തീർന്നു പോയാല് അതെ കൊറേ നേരം വേവണല്ലേ, വെള്ളം കൂടാന്നല്ലേ. ചൂട് വെള്ളം ചൂടാക്കണേ ഇവിടെ അടുപ്പിൽ നിന്ന് പായസത്തിന് വേഗം വെച്ച അമ്മ. ഗ്യാസ് എന്തിനു വേസ്റ്റ് ആക്കണ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ സുണ്ടിയോപ്പത്ത് ഇത് ആട്ടിച്ചപ്പെല്ലാം വെക്കണേ കുറേ ആൾ മേടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ എല്ലാവരും ആട്ടിച്ചപ്പ് പറിക്കാൻ പോകാത്തവരെല്ലാം ഇവിടുന്ന് മേടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് പോകുന്നു. അമ്മ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ അല്ലേ? അതേമ്മ ആട്ടി പായസമാക്ക പറഞ്ഞിട്ട് ഉണ്ടായി. അന്നേരം നീ ഫോണാക്കിയ പാടെ എന്താക്കി നിന്നെ കൂട്ടിയിട്ട് വരാന്ന് അച്ഛൻ അങ്ങോട്ട് വന്നു. അവൻ വന്ന പിന്നെ ആക്ക പറഞ്ഞ് അത് എന്തുകൊണ്ടുണ്ട് നമുക്ക് വാർക്കാത് ചൂടുണ്ട് നല്ല നല്ല വെന്തിട്ട് കളറായിരുന്നു ബാലു. അതെയോ? കളർ സൂപ്പറായിരുന്നു. അങ്ങനെ ബാവണു നല്ല ചൂടുണ്ട് നോക്കിയോളൂ. ഞങ്ങള ഫസ്റ്റ് എന്താക്കറിയോ ബാലു, നൈറ്റിക്ക് പണിയെടുത്തിട്ട് വന്നിട്ട് നൈറ്റിക്ക് ഈ ചപ്പന അടുപ്പത്ത് വേഗം വെച്ചിട്ട് കിടക്കൂ. നേരം വെളുത്ത് നോക്കുമ്പോ വലിയ വിറകും വെച്ച് കിടക്കൂ. നേരം വെളുത്തിട്ട് നോക്കുമ്പോ ഇങ്ങനെ നീല കളറായിട്ട് അങ്ങനെ വേവണം. അമ്മനെ കൊണ്ട് പണിയെല്ലാം എടുപ്പിച്ചെന്നെ ഒന്നും വിചാരിക്കണ്ട. ഗീത വന്ന് എടുക്കണ്ടായി അന്ന് അമ്മയെ പായസം വെച്ചിട്ട് ടേസ്റ്റ് നോക്കണം പറഞ്ഞിട്ട് നമ്മുടെ ആശ. പത്രട്ട ചപ്പും ഇന്ന് ആക്കേണ്ടതാ മാത്രം. അത് മരത്തിൽ കയറിയിട്ട് പറിക്കാനല്ലേ, അതിന് മായം വന്നിട്ട് മറല്ല ജാറുണ്ട്, അതിനത് പറിക്കാൻ പോയിട്ടില്ല. എൻ്റെ ഒരു ദിവസം ആക്കാം. അപ്പൊ നമുക്ക് ഇത് ഉള്ളിലാക്കാം അല്ലേ? അരിയിടാം. അരി കഴുകിയിട്ട് അരിയിടാം. അരി ഇട്ടിട്ട് അത് വെന്ത ശേഷം നമുക്ക് പിന്നെ എന്തിടുമെന്നൊന്ന് കാണിച്ചു തരാം. അതാ ചെറിയ അരിയല്ലേ? നമുക്ക് നെയ്ച്ചോറിന്റെ അരി ഇട്ടിട്ട് നമുക്ക് പായസം വെക്കാം. നോക്കാം, ഇവിടെ പച്ചരി ഉണ്ട്, അത് വേണ്ട. ആക്കുന്നത് ഈ പ്രാവശ്യം നമുക്ക് ചെറിയ അരി ഇട്ടിട്ട് പായസം വെക്കാം. നോക്കാം. നമുക്ക് അരി കഴുകി കുറഞ്ഞ് നമുക്ക് ഈ വെള്ളത്തിന്റെ ഒപ്പം ഈ നമ്മൾ വാർത്ത വെച്ചാല് ഈ വെള്ളത്തിന്റെ ഒപ്പം സൂപ്പർ കളർ ഇതാ കയ്യിൽ മുക്കിട്ട് കാണിക്കാം. ഇവിടെ നോക്ക്, ഇതാ നല്ല കളർ വന്നു. നമുക്ക് അരിയിടാം. അതൊരു പകുതി വേവുമ്പോ വെള്ളം ഇടാം. അതെന്താ പറഞ്ഞാല് വെള്ളം അങ്ങനെ ഇട്ടാല് വേഗം അടിയില്ല, അതിന് വെള്ളം ഇടാം. പിന്നെ അപ്പൊ വെള്ളം ഇടാം. ഇതാ ഇങ്ങനെ ബന്ധപ്പോ ഇങ്ങനായി. ഇനി നമുക്ക് കുത്തി വെച്ച വെള്ളത്തിനെ ഇടാം. പിന്നെ ഏലക്ക ഇങ്ങനെ കുത്തി വെച്ചിന് തോലടക്കം നമുക്ക് ഇടാം. തോലടക്കേ ഇടാം നമുക്ക്, അങ്ങനെ ഇടാം. പിന്നെ നമുക്ക് അത് ഇടാം, ഗോഡമ്പി ദ്രാക്ഷ. ഇപ്പൊ ഇത് ഇടാം.
തുറക്കും വേണ്ടിയിട്ട്. ആ വെള്ളം ഇപ്പൊ നല്ല കളങ്ങട്ടല്ലേ? ആ വെള്ളം നല്ല കളങ്ങിയ പിന്നെ നെയ്യിൽ നമുക്ക് അതും ഒരു പണിയുണ്ട്. ആ പണി ആയാൽ പായസം റെഡി. ഓ മുന്തിരിങ്ങയോ നമുക്ക് നെയ്യിൽ ചൂടാക്കിയിട്ട് ഇതെല്ലാം ആയ ശേഷം നമുക്ക് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ആയി പണി തീർന്ന്. ഇത് ഇറക്കി വെച്ചിട്ട് പറഞ്ഞു നമുക്ക് താളിക്കാം. ഗോഡമ്പി ദ്രാക്ഷ താളിച്ചാല് പായസത്തിന്റെ പണി കഴിഞ്ഞു. പിന്നെ തിന്ന് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കാണാം. നെയ്യ് വെച്ചിട്ട് ഗോഡമ്പി ദ്രാക്ഷ ഇട്ടിട്ട് ചൂടാക്കാം. പശു നെയ്യ് ഇത്ര മതി. നെയ്യ് അധികം ഉണ്ടെങ്കിൽ തിന്നാനോ ആവില്ല. നോക്കി എത്ര കമ്മിയാക്കിയെന്ന്. നെയ്യിൽ ഇട്ടിട്ട് ഈ പർവ്വത്തിനായി ഇതിനെ നമുക്ക് പായസത്തിന് ഒഴിച്ചു കൊടുക്കാം അല്ലേ? ആയി ഇത്. അപ്പൊ പായസം റെഡി. പായസം റെഡി ആയി. അടിപൊളി പായസം. ആ പാവള് കഷ്ടപ്പെട്ടിട്ട് വരുന്നത് ഇവിടെ ഇതാക്കെന്ന് പറയുമ്പോ അങ്ങനെ വന്നിട്ട് ഇരിക്കൂ. അമ്മ വരുമ്പോ പായസം റെഡി. നമുക്ക് തിന്നിട്ട് എങ്ങനെയുണ്ട് ആട്ടി പായസം നോക്കാം. ഒന്ന് ടേസ്റ്റ് നോക്കാം. ഇപ്പൊ ഇറക്കി വെച്ച പിന്നെ പൊറുതികിടാറുണ്ട്. ഇപ്പൊ തിന്നിട്ട് നോക്കാനായിട്ട്. ഇത് പിടിക്ക്. ഇതാ ഇങ്ങനെ ഉണ്ട്. ആ കുടിച്ചു നോക്ക്. കുടിച്ചു നോക്കിയിട്ട് പിന്നെ അച്ഛനക്ക് കൊടുത്താ ഒരു കോപ്പ എടുക്കട്ടെ. നല്ല നീല കളറിലായി. അങ്ങനെ ഉണ്ടോ? തിന്നിട്ട് ഇറങ്ങട്ടെ. ഞാൻ പിന്നെ പറഞ്ഞു മതി. അടിപൊളിയാ? അതെ സൂപ്പറാ. പറയുമ്പോഴേ തിന്നാൻ തോന്നുന്നു. അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്. ആ അതിന്റെ മണം ഉണ്ടല്ലോ ഈ ചപ്പിന്റെ. ഇതൊരു മണവേ വരെ. നോക്കട്ടെ. മധുരം ഗീതരം എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളിയാണ്. സൂപ്പറാണ്. സൂപ്പർ. അപ്പൊ ആർക്കും ഇങ്ങനത്തെ ഒരു ചപ്പ് കിട്ടിയാല് ഇത് ആക്കാത്തവര് ഒന്ന് ഇങ്ങനത്തെ പായസം ആക്കി നോക്കണം. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാൻ നമ്മള് മാത്രം ടേസ്റ്റ് നോക്കിയ പോരല്ല. എല്ലാരും നോക്കും. സൂപ്പറായിട്ട് ആക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് കൊല്ലത്തിന് ഒരിക്കാം ഈ 18-ാം ദിവസം നമ്മൾ ആക്കി കൊടുത്താൽ നമുക്കും നല്ലത്, കുട്ടികൾക്കും ആരോഗ്യത്തിന് ഇത് നല്ലത്. അവിടെ ചന്തയില് വിറ്റോണ്ടായിട്ടില്ല. വിൽക്കുന്നുണ്ട്. ഇത്രയ്ക്ക് 10 റുപ്യ 20 റുപ്യ പാർട്ടി സമയല്ലേ? അതെ. വീടെത്തിട്ടാകുമ്പോഴത്തേക്ക് നോക്കുമ്പോ അമ്മും വന്നിട്ടുണ്ട്. അങ്ങനെ അമ്മ പായസം എല്ലാം ആക്കിയിട്ടുണ്ട്. അപ്പൊ പായസം ഇതാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കർക്കിടകം 18 പായസം മോള് വരും ഭാവം പറഞ്ഞിട്ട് ആക്കിയതാ. അതൊരു പണി തന്നെ അല്ലേ, വലിയ പണി തന്നെ. അതെ. അപ്പൊ അങ്ങനെ പായസം റെഡി. പാട് ഇതാ ടേസ്റ്റ് നോക്കാൻ തന്നിട്ടുണ്ട്. അതൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. എങ്ങനെയുണ്ട്? സൂപ്പർ. അടിപൊളി അല്ലേ? എല്ലാം മധുരം ഇതിരം എല്ലാം കറക്റ്റാ. അത്ര മതി. എന്നാ കുട്ടികൾ രണ്ടാളും പറഞ്ഞപ്പാ. എന്നാലും നീ പറയാന്നല്ലേ.
അങ്ങനെ പായസം കുടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മ. അതെപ്പാ അമ്മ ഒരു പായസാക്കി ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മളെല്ലാം കുടിച്ചിട്ട് ടേസ്റ്റ് എല്ലാം നോക്കി ഇരുന്നിട്ടുണ്ട് അല്ലമ്മ. അതെപ്പാ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം. അതെ ബൈ. ബൈ.